നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ്, അതായത് നോർമൽ വാട്സപ്പോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ബിസിനസ് നമ്പേഴ്സ് എങ്ങനെ നമ്മുടെ വാട്സാപ്പായിട്ട് കണക്ട് ചെയ്യും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ മാനേജ് ഇൻസ്റ്റൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഒരു അലോ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആണ്. ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് വാട്സപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. എത്ര വാട്സപ്പ് അക്കൗണ്ട് ഇതിൽ കണക്ട് ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അലോ ആയിട്ടുള്ളത് ഒരു ഇൻസ്റ്റൻ്റ് ആണ്. ഇവിടെ ആക്റ്റീവ് ഇൻസ്റ്റൻറ്റ് 0. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു വാട്സപ്പ് നമ്പർ പോലും കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് കണക്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. എൻ്റർ പെയർ കോഡ് എന്നുള്ള ഓപ്ഷനുണ്ട്, സ്കാൻ QR കോഡ് എന്നുള്ളതുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സ്കാൻ QR കോഡ് എന്നുള്ള ഓപ്ഷനാണ്. അതിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വീഡിയോ കാണിക്കും. ഈ വീഡിയോയിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ഉള്ളിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ആപ്പ് ഉണ്ടല്ലോ, ബിസിനസ് ആയാലോ അതെ, നോർമൽ വാട്സപ്പ് ആയാലോ അതെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട് ബട്ടൺ കാണാം. 3 ഡോട്ട് ബട്ടൻ്റെ അവിടെ ലിങ്ക് എ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ, അതായത് ഇവിടെ കാണിക്കുന്നുണ്ട് ലിങ്ക് എ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ അവിടെ കാണിക്കും നമ്മൾ ഏതെങ്കിലും വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കണക്ട് ചെയ്ത നമ്പേഴ്സ് കാണിക്കും. ഇപ്പോൾ 4 നമുക്ക് നോർമലി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 4 അയക്കാനുണ്ടെങ്കിൽ ഏതിലൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ലിങ്ക് എ ഡിവൈസ് കൊടുക്കുക. ലിങ്ക് എ ഡിവൈസ് കൊടുത്തതിന് ശേഷം നമ്മളുടെ QR, അതായത് നമ്മളിവിടെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ സേവ് ചെയ്യുക. ഇപ്പോൾ ഈ വാട്സപ്പ് ഏത് പേരിലാണെന്നുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് ഡെമോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജനറേറ്റ് QR കോഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു QR കോഡ് വരും. നമ്മളുടെ ഫോണിൽ ലിങ്ക് എ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ സ്കാൻ ആവും. ഓക്കെ, സ്കാൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണക്ട് ചെയ്തേക്കണ നമ്പേഴ്സും കാണിക്കും, ഇവിടെ ഏത് പേരാണെന്നുള്ളതും കാണിക്കും. ഇവിടെ കണക്റ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രീനായിട്ട് കാണിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് വാട്സപ്പ് കണക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എൻ്റർ പെയർ കോഡ് എന്നുള്ള ഓപ്ഷൻ. അതും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ലിങ്ക് എ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ലിങ്ക് എ ഡിവൈസിൻ്റെ അടിയിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലിങ്ക് വിത്ത് ഫോൺ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ നമ്മളുടെ കോഡ്, അതായത് നമ്മളിത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കോഡ് കാണിക്കും. നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് കാണിക്കും. ആ കോഡ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങനെയാണ് വാട്സപ്പ് കണക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡായിട്ട് വാട്സപ്പ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രീനായിട്ട് കാണിക്കും. ഓക്കെ.